പയ്യന്നൂർ കേബിൾ ഇന്റർനെറ്റ് കമ്പനിയുടെ കീഴിലുള്ള മാട്ടൂൽ കാവിലെപ്പറമ്പ് AC കോളനി, ആയുർവേദ ഹോസ്പിറ്റൽ, ഡിസ്കോ സ്റ്റോപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന കേരള വിഷൻ കേബിളുകൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യവിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ സേവനങ്ങളും BSNL, കെ-ഫോൺ, റെയിൽടെൽസ് ഇന്റർനെറ്റ് സേവനങ്ങളും പൂർണ്ണമായും തടസ്സപ്പെട്ടു. 7,000 രൂപയോളം എനിക്ക് നാശനഷ്ടമുണ്ട്. മെയിൻ ഫൈബറാണ് കട്ടായത്, 12-ന്റെ ഫൈബറാണ് കട്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 10:15 കാവിലെപ്പറമ്പ് വെയിറ്റിംഗ് ഷെഡിൻ്റെ മുകളിലാണ് ഈ സംഭവം നടന്നത്. അതിൻ്റെ ഭാഗമായി ഞാൻ അന്നേരം തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഫുട്ബോൾ കളി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വേറെ റൂട്ടിലൂടെ ഫുട്ബോൾ കളി അന്നേരം തന്നെ സംപ്രേഷണം ചെയ്തു. നെറ്റ് കണക്ഷൻ ഒരു 1.5 മണിക്കൂർ അവിടെ കട്ടായി. അതെങ്ങനെയും അപ്പാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഭാഗമായി ഞാൻ രാത്രി 11-12 മണിക്ക് പയ്യന്നൂർ എഞ്ചിനീയറെ വിളിക്കുകയും അവർ അത് പരിശ്രമിച്ചുകൊണ്ട് കൃത്യമായി അപ്പാക്കി തന്നു. അതേ 4:50-5 മണിയാകുമ്പോൾ നമുക്ക് അത് ഡൗൺ ആവുകയും ചെയ്തു. പിന്നെ 5 മണിക്ക് കൃത്യമായി ഞാൻ റൂട്ട് നോക്കി പോയും കാവിൽപ്പറമ്പ് വെയിറ്റിംഗ് ഷെഡിൻ്റെ മുകളിൽ നിന്ന് കട്ടായത് കണ്ടു. 5-5:15 6 മണിക്കുള്ളിൽ ആ ഫൈബർ സ്പ്ലൈസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പുതിയ ഇൻ്റർനെറ്റ് പഴയതുപോലെ അത് അപ്പാക്കി വിടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി പിന്നീട് ഒരു 10-11 മണിയാകുമ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തുനിന്നും അതേപോലെ AC കോളനി ആ ഭാഗത്തുനിന്നും പിന്നെ ഫോൺ കോൾ വരികയും അവിടെ പോയി നോക്കുമ്പോൾ അവിടെയും കട്ട് ചെയ്ത് നശിപ്പിക്കാനുണ്ടായത്. നാട് ലോകകപ്പ് ആവേശത്തിൽ നിൽക്കുമ്പോഴാണ് സാമൂഹ്യവിരുദ്ധർ പ്രദേശത്തെ ഇന്റർനെറ്റ് ഡിജിറ്റൽ TV സംവിധാനം തടസ്സപ്പെടുത്തിയത്. ഇതിനെതിരെ ശക്തമായി നടപടി സ്വീകരിക്കണമെന്നും അതുപോലെ ആ പ്രദേശത്തുണ്ടായ ജനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് അതുപോലെ അവർക്ക് ഈ ലോകകപ്പ് സംപ്രേഷണം കാണാനാവാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കാര്യമായ നടപടി സ്വീകരിക്കണമെന്ന് പയ്യന്നൂർ കേബിൾ ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് ചാനലിൻ്റെ ഭാരവാഹി എന്നുള്ള പോലീസ് അധികാരിയോട് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കുറ്റക്കാരെ കണ്ടെത്തി കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ചില സാമൂഹ്യദ്രോഹികൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ അവരുടെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഉചിതമായ ശിക്ഷ വാങ്ങി നൽകണമെന്നും നമ്മൾ ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി ഈ ഫുട്ബോൾ മത്സരം ഇടയ്ക്കിടെ തടസ്സപ്പെട്ടതിൻ്റെ ഭാഗമായി ഫുട്ബോൾ പ്രേമികൾക്കുണ്ടായിരിക്കുന്ന പ്രയാസത്തിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയാണ്. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ MD മനോജ് കുമാർ VV, COA സംസ്ഥാന കമ്മിറ്റി അംഗം K സജീവ് കുമാർ, KVN ബൈജു, N രഞ്ജിത്ത, പ്രജി N, KV പ്രേമൻ, ദിനേശൻ മർവൻസ് എന്നിവർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.